ചേട്ടാ, കുറച്ച് നാളുകൾക്ക് ശേഷം ശബരിമല വിഷയത്തിൽ വീണ്ടും ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് SITക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ ഉന്നതരിലേക്ക് ഈ കേസിന്റെ അന്വേഷണം പോകുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, ഇന്നലെ ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ്. അതായത് N വാസു, ഒപ്പം തന്നെ മുരാരി ബാബു, KS ബൈജു, ഈ 3 പേരാണ് ഹൈക്കോടതിയിൽ, കീഴ്ക്കോടതിയൊക്കെ തന്നെ ജാമ്യ ഹർജി തള്ളിയപ്പോഴാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്റെ വാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂർത്തിയായിരുന്നു. അന്നാണ് കോടതി വലിയ വാർത്തയായിരുന്നു. ഈ പറയുന്ന ഈ സ്വർണം, ഇവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ തന്നെ ഒറിജിനൽ, അത് സ്വർണം പൂശിയതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കോടതി തന്നെ ചോദിച്ചു അതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ സർക്കാരിനോട് പറയുകയും അതിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതിനകത്ത് വലിയ ഗുരുതരമായ ചില കാര്യങ്ങളാണ് കോടതി പറയുന്നത്. ഈ അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പരിഗണിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്, 2 അംഗ ബെഞ്ചാണ്. അവരാണ് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണ്ണ മോഷണം തന്നെ പുറത്തു കൊണ്ടുവരികയും അതിനായിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പോകുന്നത്. ആ വിഷയം അതങ്ങനെ തുടരുക തന്നെ ചെയ്യും. ദേവസ്വം ബെഞ്ച് തന്നെ ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. എല്ലാം ആ ദേവസ്വം ബെഞ്ചിലാണ് ഈ പറയുന്ന SIT അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതും എല്ലാം ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ വന്നത് എന്ന് പറയുന്നത് ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അത് മറ്റൊരു ബെഞ്ചാണ് പരിഗണിക്കുക, സിംഗിൾ ബെഞ്ചാണ് പരിഗണിച്ചത്. അതിൽ ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ വലിയ ആശങ്കയുണ്ട് ഈ അന്വേഷണത്തില്, ഒപ്പം തന്നെ അതൃപ്തിയുണ്ട് എന്നാണ് പറയുന്നത്. ആങ്സൈറ്റി ഉണ്ട്, ഒപ്പം തന്നെ ഡിസ്പ്ലഷർ എന്നാണ് കോടതി പറയുന്നത്. അതിന് കോടതി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങള് ഒരു ഘട്ടത്തിൽ കോടതി തന്നെ പറയുന്നത് ഡിസംബർ 5-ന് ശേഷം ഈ അന്വേഷണത്തിൽ, SITയുടെ അന്വേഷണത്തിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായി, സ്തംഭിച്ചുപോയി അന്വേഷണം എന്നാണ് കോടതി പറയുന്നത്. കാരണം ഡിസംബർ 4-ാം തീയതിയാണ് ഇതിനകത്തെ പ്രതികളായിട്ടുള്ള S ജയശ്രീ, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി, ഒപ്പം തന്നെ ശ്രീകുമാർ, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇവരുടെ 2 പേരുടെയും ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനുശേഷം ഈ അന്വേഷണത്തിൽ ഒരു വീഴ്ച വന്നു എന്നാണ് കോടതി പറയുന്നത്. കാരണം ഈ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്രതികളാണ്, FIR-ൽ പ്രതികളായിട്ടുള്ളവരാണ്, പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതും കഴിഞ്ഞിട്ട് അതിന്റെ 12 ദിവസം കഴിഞ്ഞിട്ടാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്രയും കാലതാമസം ഉണ്ടായി? ഒപ്പം തന്നെ അവരുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി ഇവരുടെ പങ്ക് വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന S ജയശ്രീയുടെയും അതുപോലെ ശ്രീകുമാറിന്റെയും വളരെ പങ്കുണ്ടെന്നുള്ള കാര്യം വിശദമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉത്തരവിൽ പറയുന്നു. മാത്രവുമല്ല, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെയുള്ള സ്വാധീനം, ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരുന്ന ഒരു വ്യക്തി അവിടെ വീണ്ടും ശബരിമലയിൽ തന്നെ തുടർന്നുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അവിടെ കയറുകയും അയാൾക്ക് ഈ പറയുന്ന പോലെ അവിടുത്തെ സ്വർണ്ണങ്ങളൊക്കെ തന്നെ എടുത്ത് കയ്യിൽ കൊടുത്ത് യഥേഷ്ടം വിട്ടുകൊടുക്കാനൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. അത് സാധാരണക്കാർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ഗൂഢാലോചനയോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ അതിന് പിന്നിൽ കോടതി പറയുന്ന ബിഗ് ഗൺസ് ഉണ്ട്, അവരിലേക്ക് അന്വേഷണം പോകണം. അപ്പോൾ ഇന്നലത്തെ ഉത്തരവിൽ കോടതി എടുത്ത് പറയുന്നുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, വലിയ ഗൂഢാലോചനയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അതിന് പിന്നിൽ വലിയ ആൾക്കാരുണ്ട്, ദേവസ്വം ബോർഡിലെ ഒക്കെ തന്നെ ഉന്നതർക്ക് അതിനകത്ത് പങ്കുണ്ട്, അതിലേക്ക് അന്വേഷണം പോകണം എന്നുള്ള കാര്യം ഞങ്ങൾ കോടതി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ ദിശയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, അന്വേഷണം പോയിട്ടില്ല, അത് ശരിയായ കാര്യമല്ല എന്ന് കോടതി വിമർശിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ആ ഒരു കാര്യങ്ങൾ അഡ്രസ് ചെയ്യണം. SIT ഈ വിഷയങ്ങള് ഇപ്പോൾ കോടതി കുറച്ച് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് കൂടുതൽ അന്വേഷിക്കണം, ശക്തമായുള്ള അന്വേഷണം നടത്തണം. ഒരു പ്രതികളെയും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളായിട്ടുള്ള ആരെയും രക്ഷപ്പെടാൻ ഉതകുന്ന തരത്തിൽ ഒരു പ്രവർത്തനവും SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. എല്ലാ കൾപ്രിറ്റുകളെയും പിടികൂടണം, അതാണ് വേണ്ടത്. കാരണം അത്രയ്ക്കും ഗൗരവമായിട്ടുള്ള, കോടതി പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണിത്, വളരെ ഗൗരവതരമുള്ള സംഭവമാണ്, അനിതര സാധാരണമായ ഒരു കേസാണ്, വേറെ ഒരു ജനുസാണെന്നാണ് പറയുന്നത്. നിലവിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തരം ജനുസിലുള്ള ഒരു കേസാണ്. അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ കാണണം. കോടതി പറയുന്നത് ഈ പറയുന്ന ശബരിമലയുടെ അല്ലെങ്കിൽ അതിന്റെ ഭക്തരുടെ ഒക്കെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണല്ലോ ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ ഈ സ്വർണ്ണക്കൊള്ളയിലെ പങ്കാളികളാകുന്നു. അപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഈ പറയുന്ന വെയിൽ തന്നെ വിളവതിന് അല്ലെങ്കിൽ രക്ഷകർ തന്നെ സംഹാരകരായിട്ട് മാറുന്ന ഈ പറയുന്ന ഒരു സഹായം ചെയ്യേണ്ട കൈകൾ തന്നെ അല്ലെങ്കിൽ സഹായിക്കേണ്ട കൈകൾ തന്നെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമായിട്ടാണ് കോടതി അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. അപ്പൊ തന്നെ ഇവരുടെ ജാമ്യ ഹർജി തള്ളാനുള്ള കാരണമായിട്ട് പറയുന്നത്, ഇവര് ജാമ്യ ഹർജി ചൂണ്ടിക്കാട്ടിയത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രമേഹം പോലെയുള്ള രക്താതി സമ്മർദ്ദം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോടതി പറയുന്നത് ഇത്തരം ഗൗരവമായ ഒരു കേസില്
ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. അത് ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ഒക്കെ വിധികൾ ഉന്നയിച്ചുകൊണ്ടാണ് കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് പറ്റത്തില്ല. അവർക്ക് ജയിലിൽ അതിനുള്ള ചികിത്സയൊക്കെ തന്നെ കിട്ടാവുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ സാധാരണ ഒരു കേസായിട്ട് പരിഗണിച്ചുകൊണ്ട്, സാധാരണ ഒരു കേസാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്ത് ജാമ്യം കൊടുക്കാം. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇതൊരു മറ്റൊരു തരത്തിലുള്ള കേസുകളാണ്. അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തതിനെ കാണണം, മറ്റുള്ള കേസുകളിൽ നിന്നും അതിനെ വേർതിരിച്ചതിനെ കാണണം. എങ്കിൽ മാത്രമേ അത് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കൂ. കോടതിയോട് പറയുന്നുണ്ട് വിവേചനം പാടില്ല ഈ അന്വേഷണത്തിൽ. അതായത് ഉന്നതരുണ്ടെങ്കിൽ അവരോട് വിവേചനം പാടില്ല, അവരെ രക്ഷപ്പെടട്ടെ എന്നുള്ള നിലയിലേക്ക് പോകാൻ പാടില്ല. ശക്തമായ അന്വേഷണം വേണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ കട്ടളപ്പാളി കേസില് 8ാം പ്രതിസ്ഥാനത്തുള്ളത് ദേവസ്വം ബോർഡാണ്. അതായത് 2019 ദേവസ്വം ബോർഡ്. അതിലെ ദേവസ്വം പ്രസിഡന്റാണ് അറസ്റ്റിലായി കിടക്കുന്ന എ പത്മകുമാർ എന്ന് പറയുന്നത്. അവിടെ 2 പേര് കൂടിയുണ്ട്. ആ ദേവസ്വം ബോർഡില് KP ശങ്കർദാസ് ഉണ്ട്, അതുപോലെ തന്നെ P വിജയകുമാർ, 2 ബോർഡ് അംഗങ്ങളുണ്ട്. കോടതി ചോദിക്കുന്നുണ്ട് അവരെ അറസ്റ്റ് ചെയ്തതായിട്ട് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവര് 8ാം പ്രതികളായിട്ട് അവര് പ്രതിപട്ടികയിലുണ്ട്. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് വളരെ ഉന്നതരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകും വേണം എന്നാണ് കോടതി പറയുന്നത്. കാരണം കോടതിക്കറിയാം, കാരണം ഈ ഒരു ഉണ്ണികൃഷ്ണനെ പറ്റി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല ഇത്. മനസ്സിലായില്ലേ? ഒരു സിസ്റ്റമാണ്, വലിയൊരു കോക്കസ് ഇതിന് പിന്നിലുണ്ട്. ആ ഉന്നതരാരൊക്കെ കോടതിക്ക് അറിയത്തില്ല, അതൊക്കെ ആരാണെന്ന് കോടതിക്കറിയില്ല. പക്ഷെ അതിൽ ഉന്നതരുണ്ട് അതിനകത്ത്, അല്ലാതെ ഇത് നടക്കത്തില്ല. അവരിലേക്ക് അന്വേഷണം പോകണം. അതിന് പിന്നാലെയാണ് ഇന്നലെ SIT പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ആ സ്വർണം വാങ്ങിയ ഗോവർദ്ധനെയും ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയവർ റിമാൻഡിലാണ്. അവര് ആ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞാലേ അവിടെയാണ് വിഷയം. അവിടെയാണ് നമ്മുടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് മിക്കവാറും ഉന്നയിക്കുന്നതാണ്. ഹൈക്കോടതി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ പോലീസാണ്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ADGP ക്രമസമാധാന ചുമതല H വെങ്കടേഷ് അവരൊക്കെയാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോഴേ ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണം കൂടുതൽ ആളുകളിൽ പോകാത്തത്. കാരണം 2019 ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റും ഒക്കെ തന്നെ പ്രതികളാവാമെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന 2025 ദേവസ്വം പ്രസിഡന്റും പ്രതികളാകേണ്ടതാണ്, ദേവസ്വം ബോർഡ് പ്രതികളാകേണ്ടതാണ്. കാരണം കോടതി തന്നെ ഈ ദേവസ്വം ബെഞ്ച് തന്നെ നേരത്തെ ഒരു ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് 2019 കൊള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2025 സമാനമായ രീതിയിൽ ഈ സ്വർണ്ണം പൂശാൻ എന്ന പേരിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് കോടതി പറയുന്നുണ്ട്. അപ്പോൾ സമാനമായ കുറ്റം ഇവിടെയും അവർക്കും ഉണ്ട്. അപ്പോൾ അവരെ ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല, അവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഴ്ച ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടാക്കുന്നുണ്ട്. അത് പാടില്ല എന്ന് വളരെ കർക്കശമായ ഭാഷയിലാണ് ഇന്നലെ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് ആ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ 3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല ഹൈക്കോടതി ഈ പറയുന്ന SITക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ ഈ പറയുന്ന ദേവസ്വം ബെഞ്ച് കേസുകളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് ചില ആശങ്കകൾ ഉന്നയിക്കുമെങ്കിലും അന്വേഷണ സംഘത്തെ അതിരൂക്ഷമായിട്ട് ഇങ്ങനെ വിമർശിച്ചിട്ടില്ല. അതിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതി മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ മറ്റൊരു ബെഞ്ചിലേക്ക് വരുമ്പോൾ ആ കോടതി ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ കോടതിക്ക് ബോധ്യമാകുന്നു. പുതിയതായിട്ട് പരിഗണിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു കോടതിക്ക് അത് ബോധ്യമാകുന്നുണ്ടെങ്കിൽ അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാകണമല്ലോ. അപ്പോൾ കോടതി പറയുന്നത് അവിടെ ആ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയെല്ലാം ഇതാക്കിക്കൊണ്ട് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, ബിഗ് ഗൺസിലേക്ക് പോകണം, അതിനകത്ത് യാതൊരു അലംഭാവവും കാണിക്കാൻ പാടില്ല എന്ന് ശക്തമായ നിർദ്ദേശമാണ് കോടതി ഇന്നലെ ഉത്തരവിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. അത് അന്വേഷണ സംഘത്തിന് ഇനി സടകുടഞ്ഞ് എണ്ണീറ്റ് പ്രവർത്തിക്കാൻ ഉള്ള ഒരു ഊർജ്ജമായിട്ട് അത് മാറും, അല്ലെങ്കിൽ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇനിയും ഈ കേസുകൾ ഈ പറയുന്ന കോടതികളിലൊക്കെ തന്നെ എത്തുമ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുകൊണ്ട് എത്രയൊക്കെ വലിയ ആളുകളുണ്ടോ അവരെയൊക്കെ തന്നെ, അത് രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ അവരിലേക്കും പോകണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി കൊടുക്കുന്നത്. അല്ലാതെ സാധാരണ കേസുകളിൽ അത്തരത്തിലുള്ള രക്ഷപ്പെടുത്തൽ ഉണ്ടാകുമല്ലോ, ഇത് അവിടെ പാടില്ല. ഏത് ഉന്നതനാണെങ്കിലും വരും ദിവസങ്ങളിൽ CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPM പോവുകയാണ്. മാത്രവുമല്ല ഇന്നലെ മറ്റൊരു കോടതി വിധി കൂടി ഉണ്ടായതാണ്. കൊല്ലം വിജിലൻസ് കോടതി ഈ വിഷയത്തില് ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അത് പത്തനംതിട്ടയിലെ ജില്ലാ കോടതി ആ ഹർജി നേരത്തെ തള്ളി. തുടർന്നാണ് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. വിജിലൻസ് കോടതിയാണ് വിചാരണ കോടതി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിന് പിന്നിലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവര് ED ഈ ഹർജി സമർപ്പിച്ചത്. ആ ഹർജി അംഗീകരിച്ചു. SITയുടെ അവിടുത്തെ എതിർപ്പും കോടതി പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. SIT പറയുന്നത് സമാന്തരമായ അന്വേഷണം നടക്കും, അത് പാടില്ല എന്നാണ്. പക്ഷെ കോടതി അവകാശവാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് EDയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ EDയുടെ ഒരു അന്വേഷണം കൂടി ഇവിടേക്ക് വരികയാണ്. അപ്പോൾ കൂടുതൽ ആ അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുകയാണ്. അത് വരും ദിനങ്ങളിൽ CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. മാത്രവുമല്ല ഈ പ്രത്യേക അന്വേഷണ സംഘം അവര് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ
ഉന്നതരിലേക്ക് അന്വേഷണം എത്തും, അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ആരിലൊക്കെ ഈ അറസ്റ്റ് എത്തിപ്പെടും എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുള്ളത് നമുക്ക് കേരളീയ പൊതുസമൂഹത്തിന്, ഈ ഭക്തർക്കൊക്കെ തന്നെ വലിയ ആശ്വാസമുള്ള കാര്യമാണ്. സാധാരണ ഒരു അന്വേഷണമായിരുന്നെങ്കിൽ ഇത് എങ്ങനെ ആകും എന്നുള്ളത് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഹൈക്കോടതിയുടെ ഒരു കടുംപിടുത്തമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ശരിയായ ദിശയിൽ ഒരു പരിധിവരെയെങ്കിലും ഈ അന്വേഷണം പോകുന്നത്.